ശോഭാസുരേന്ദ്രൻ വിജയം ഉറപ്പിച്ചു. കാരണം പാലക്കാട് നമുക്ക് സപ്പോർട്ടാണ്. പാലക്കാട് മുനിസിപ്പാലിറ്റി ഒഴികെയുള്ള സ്ഥലങ്ങളിൽ ബി.ജെ.പി ഇത്തവണ മുന്നേറ്റം ഉണ്ടാക്കും. 100% ശോഭാസുരേന്ദ്രൻ ജയിക്കും, ഉറപ്പാണ്. നമസ്കാരം. പാലക്കാട് എങ്ങനെയാണ് ബി.ജെ.പിയുടെ സാധ്യതകൾ എങ്ങനെയാണ്? പാലക്കാട് 100% ജയിച്ചിരിക്കുകയാണ്. കാരണം എന്താ പറഞ്ഞപ്പോ ഓപ്പോസിറ്റ് നിൽക്കുന്ന കോൺഗ്രസ് ആയിക്കോട്ടെ കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ, ഇവര് രണ്ടുപേരും ഡീലിന്റെ ഇതിൽ വന്നിട്ട് ഒരുമിച്ച് നിന്ന് എന്താ പറയാ മത്സരിക്കുകയാണ്. ഇപ്പൊ ഞങ്ങൾ ബി.ജെ.പി എന്ന് പറഞ്ഞ തനിച്ചാണ്. എന്തായാലും ഈ പ്രാവശ്യം ഉറപ്പായി വിജയിച്ചിരിക്കും 100%. മുനിസിപ്പാലിറ്റി ഒഴികെയുള്ള പിരായിരി അല്ലെങ്കിൽ മാത്തൂര്, കണ്ണാടി പോലുള്ള പഞ്ചായത്തുകൾ ഇവിടെ ബി.ജെ.പി എല്ലാ വട്ടവും പുറകിൽ പോകുന്നതാണ്, പരാജയപ്പെടാനുള്ള സാധ്യത. ഇത്തവണ ഒരു മാറ്റം ഉണ്ടാകും അവിടെ. ശോഭ ചേച്ചി വന്ന് മത്സരിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രാവശ്യം ഉറപ്പായിട്ട് കുഴൽമന്നമല്ല, മാത്തൂരല്ല, എല്ലാ വോട്ടുകളും ജയിച്ചിരിക്കും. അത് ഉറപ്പാണ്. ഉറപ്പിച്ച് വിജയമാണ്. കേരളം മാറി വിരിയാൻ പോകണം. താമര കേരളം മൊത്തം താമരയാണ്. 1 ലക്ഷം വോട്ടിന് ജയിച്ചിരിക്കും. ചേച്ചിയുടെ ഒരു വാർത്ത കേട്ടപ്പോൾ ഞാൻ കരഞ്ഞുപോയി. ആ ചേച്ചിക്ക് വേണ്ടി ഞാൻ ഇപ്പൊ വന്നേക്കണേ, എന്റെ പണി കളഞ്ഞു വന്നേക്കണേ. ആ ചേച്ചി 20% കൂള്, 25% കൂള് ചേച്ചി ജയിച്ചിരിക്കും. ശോഭ ചേച്ചി ഇത്രയും ആവേശത്തോടു കൂടി ശോഭ ചേച്ചിയെ സപ്പോർട്ട് ചെയ്യാനുള്ള കാരണം ചേച്ചി കഴക്കൂടത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഈ പാലക്കാട് വേണ്ടി ചേച്ചി ഇറങ്ങിയത് ഞങ്ങൾ ജയിപ്പിച്ചിരിക്കും. ഉറപ്പ്, ഒരു സംശയമില്ല, 100% ഉറപ്പ്. ഈ എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണി ഉണ്ടോ? ഭീഷണിയില്ല, ഞങ്ങൾക്ക് ഭീഷണിയില്ല. ഞങ്ങൾ ഭീഷണി ഇറങ്ങേണ്ടിയതായി, ഞങ്ങൾക്ക് അങ്ങോട്ട് ഭീഷണിയില്ല. ഞങ്ങൾ ചേച്ചി ജയിപ്പിച്ചിരിക്കും. ഞങ്ങൾ ഉറപ്പ്. UDF LDF ഒന്നിച്ച് നിൽക്കുമോ തോൽപ്പിക്കാൻ? അവർ നിന്നാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ ജയിപ്പിച്ചിരിക്കും. ഇവിടുത്തെ ജനങ്ങളെ കണ്ടുപിടിക്കുന്ന ഓരോ കാര്യങ്ങളും ഈ പോലീസുകാർ വരുന്നില്ല. പോലീസുകാർ ഞങ്ങൾ ഇപ്പൊ വന്നപ്പോ പറഞ്ഞു CPI പിണറായിയുടെ പോലീസുകാരാന്ന് പറഞ്ഞു. പക്ഷെ ഈ പ്രാവശ്യം ശോഭ ചേച്ചി ഉണ്ടെങ്കിൽ ആ ചേച്ചി ഇവിടെ നല്ല കാര്യം ചെയ്തിരിക്കും 100%. ഇനി SDPI കൂടുതൽ നിന്നാലും, SDPI ഒരു 3 പേര് കൂടുതൽ നിന്നാലും ഇവിടെ ഒന്നും ചെയ്യാൻ, ഒരു ചുക്കും ഇവിടെ ചെയ്യാൻ പറ്റില്ല. അത് ഉറപ്പാണ്. SDPI നമ്മളെ മതപാർട്ടിനെ ആരും ഒരു കാലത്ത് അങ്ങനെ ഒന്നും പറയണില്ല. പക്ഷെ ശോഭ ചേച്ചി ജയിച്ചിനെ പാലക്കാട് ഈ പ്രാവശ്യം 25% കൂൾ വോട്ട് മേടിച്ചു. എല്ലാവർക്കും 25,000 വോട്ട് കൂൾ മേടിച്ച് ജയിച്ചിരിക്കും, ഉറപ്പ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. പേരെന്തായിരുന്നു? മണികണ്ഠൻ. ചേട്ടാ, പാലക്കാട് വലിയ വാശിയേറിയൊരു പോരാട്ടം നടക്കുകയാണല്ലോ. ശോഭാ സുരേന്ദ്രന്റെ സാധ്യതകൾ എങ്ങനെയാണ് ഇത്തവണ? ചരിത്രത്തിൽ ആദ്യമായി പാലക്കാട് നിയമസഭാ മണ്ഡലം BJP പിടിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന സാഹചര്യം ഇവിടെ ഉണ്ടാകും. പാലക്കാട് രാഷ്ട്രീയം കോമഡിയല്ല എന്നുള്ളത് ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾ തിരിച്ചറിയുകയാണ്. വലിയ മുന്നേറ്റത്തിന്, പാലക്കാടിന്റെ വികസനത്തിന് മോദിജിയുടെ സാന്നിധ്യം കൂടി അതിനൊരു കാരണമാണ്. ശോഭാ സുരേന്ദ്രൻ വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങളൊക്കെ ഇപ്പോഴും ഇവിടെ ശക്തമായിട്ട് ജനങ്ങളിടയിൽ നിലനിൽക്കുന്നുണ്ട്. അത് ചോദിക്കേണ്ട ആവശ്യമില്ല. ഈ നാട്ടിലെ സാധാരണക്കാരായ മുഴുവൻ ആളുകളും ഒരിക്കൽ പറ്റിയ ആ തെറ്റിനെ കുറിച്ച് ഓർമ്മിക്കുന്നുണ്ടാവില്ലേ? ആ തെറ്റ് തിരുത്താൻ അവർ തയ്യാറാവും എന്നുള്ളതാണ് വസ്തുത. പാലക്കാടിന്റെ പേര് പറഞ്ഞാൽ അല്ലെങ്കിൽ പാലക്കാടുകാരനാണെന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു തോന്നലിലേക്ക് അല്ലെങ്കിൽ ചിന്താഗതിയിലേക്ക് തലതാഴ്ത്തുന്ന അവസരത്തിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടുപോയ ഇവിടുത്തെ MLA-ക്കെതിരായിട്ടുള്ള വലിയ ജനവികാരം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുന്ന സാഹചര്യം. ഇപ്പോഴും ഈ പിരായിരി പോലെയുള്ള പഞ്ചായത്തുകളിൽ വോട്ടെണ്ണുന്ന സമയത്ത് BJPക്ക് നെഞ്ചിരിപ്പുണ്ടോ? അതെന്തിനാണ് നെഞ്ഞെടുപ്പ്? സാധാരണ ജനങ്ങൾ ചിന്തിച്ച് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ജമ്മു കാശ്മീരിൽ പോലും വിജയിക്കാൻ സാധിച്ച പ്രസ്ഥാനമല്ലേ BJP. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു വ്യത്യാസമില്ല. ജനങ്ങൾ മാറ്റത്തിന് വോട്ട് ചെയ്യുമ്പോൾ കക്ഷി രാഷ്ട്രീയം മതരാഷ്ട്രീയം ഏതുമന്യേ ജനങ്ങൾ ഇത്തവണ BJPക്ക് വോട്ട് ചെയ്യും, ഉറപ്പാണ്. ഇവിടെ പിഷാരടിയുടെ ഒരു സ്ഥാനാർത്ഥിത്വം എങ്ങനെ കാണുന്നു? കോമഡിയാണ്, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കോമഡിയാണ്, അതന്നെ പറയാനുള്ളൂ. LDF സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ തന്നെ അത് നമുക്കറിയാമല്ലോ. ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമല്ലേ CPM-ന് പാലക്കാട്. അതിൽ നിന്ന് തന്നെ അത് വ്യക്തമാണല്ലോ. ഇവിടെ താമര വിരിയുമെന്നാണ് പറയുന്നത്. 100% താമര വിരിഞ്ഞിരിക്കും പാലക്കാട് ജില്ലയിൽ. ചേട്ടാ നമസ്കാരം. പേരെന്തായിരുന്നു? നിതീഷ്. എങ്ങനെയുണ്ട് ചേട്ടാ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഒരുപാട് നാളായിട്ട് ഇവിടെ താമര വിരിയിക്കുമെന്ന് BJPയുടെ പ്രവർത്തകർ നിരന്തരമായിട്ട് പറയുന്നുണ്ട്. നടക്കുമോ ഇത്തവണ? പ്രാവശ്യം തീർച്ചയായും നടക്കും, ഉറപ്പാണ്. 100%. കുറെ കഴിഞ്ഞ പ്രശ്നങ്ങൾക്ക് തന്നെ കാരണം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ട് ചേട്ടാ തെരഞ്ഞെടുപ്പ് ചൂട് എങ്ങനെയുണ്ട്? നല്ല ചൂടാണ്, പാലക്കാട് ചൂട് തന്നെയാണ്. ഇപ്പൊ എങ്ങനെയുണ്ട് BJPയെ സംബന്ധിച്ച്? BJPയുടെ സിറ്റുവേഷൻ എങ്ങനെയാണ്? 100% വിജയത്തിൽ പ്രതീക്ഷയിലാണ് BJP. കാരണം ഇപ്പൊ വീണ്ടും ഒരു പീഡന കേസ് കൂടി ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നല്ലോ കോൺഗ്രസിന്റെ ഒരു കൗൺസിലറെ. അപ്പോൾ 100% അതും കൂടി ശോഭാ സുരേന്ദ്രന് അനുകൂലമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ശോഭാ സുരേന്ദ്രൻ ഇതിനു മുന്നേ മത്സരിച്ച സമയത്ത് പരാജയപ്പെട്ട ഒരു മണ്ഡലമാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് കാര്യങ്ങൾ മാറിയിട്ടുണ്ടോ? ശോഭാ സുരേന്ദ്രൻ എവിടെ മത്സരിച്ചാലും വോട്ട് വർദ്ധിപ്പിക്കുന്ന സ്ഥാനാർത്ഥിയാണ്. എല്ലാവരും അതിനതിൽ എതിരഭിപ്രായം ഇല്ലല്ലോ.
അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്രാവശ്യം ജയിച്ചിരിക്കും. ഈ വോട്ട് വർദ്ധിപ്പിക്കുന്നതുകൊണ്ട് കാര്യമില്ലല്ലോ, ജയത്തിലാണല്ലോ കാര്യം. ഇപ്രാവശ്യം ജയപ്രതീക്ഷയിലാണ്. നമ്മുടെ എതിർ സ്ഥാനാർത്ഥികൾ നമുക്ക് അത്ര വലിയ ഒരു ഭീഷണിയല്ല.